ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ചാർജിലിടാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നു. ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഇരിക്കുന്ന മോഡൽ 2023 മോഡൽ ബാറ്ററിയാണ്. നമ്മൾ ബാറ്ററി ഫുൾ ചാർജിലേക്ക് ഇട്ടു. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ടോ. വോൾട്ട് 13 വോൾട്ട് വരെ കയറി വന്നിട്ടുണ്ട്. 13.20 റേഞ്ചിൽ വോൾട്ട് കയറി വന്നിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ ശരിക്കും ഇവിടെ റെഡ് ലൈറ്റ് തെളിയും ഞാൻ ഇതിനകത്ത് കാണിക്കും. ഇത് ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു വണ്ടി ജനറൽ സർവീസിന് തന്നപ്പോൾ നമ്മൾ ചെയ്തിരുന്ന വർക്ക് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കയറ്റിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ഇല്ല, ഓക്കെ ആയിട്ട് തന്നെ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. സ്വാഭാവികമായിട്ട് കുറച്ചാൾ ദിവസം കഴിഞ്ഞിട്ട് അത് വീണ്ടും ഡിസ്ചാർജ് ആയിട്ടാണ് വന്നായിരുന്നത്. അപ്പോൾ നിലവിൽ ഒന്നോലെ ബാറ്ററിയുടെ ഈ പറഞ്ഞ രീതികളാണ്, താക്കോൽ ഓണായി കിടക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് വന്നതായിരിക്കാം ചാർജ് ഇറങ്ങിപ്പോയത്. ഇതിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് വന്ന കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് 2 കേസുകൾ കറക്റ്റ് ആയിരിക്കണം. ഒന്ന് വാറണ്ടി കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതേ നമ്പർ, ഇതാണ് അതിൻ്റെ നമ്പർ തന്നെ. ആ നമ്പറിൽ ഉള്ള വാറണ്ടി കാർഡ് ഉണ്ടാവും. ആ വാറണ്ടി കാർഡും ഉണ്ട്. 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാറണ്ടിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ ഓക്കെ ആയിട്ട് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ വാറണ്ടി പീരീഡിലാണ് വാറണ്ടി ക്ലെയിം ചെയ്താൽ പോലും ചിലപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കാരണം ബാറ്ററി കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ, വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും ചാർജ് ഇറങ്ങിപ്പോയോ എന്ത് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുപോലെ താക്കോൽ ഓഫ് ചെയ്തിടാൻ മറന്നുപോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കാം. നമുക്ക് വാറണ്ടിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, പ്രശ്നമില്ല. ഡേറ്റ് തീരാറായേക്കണമെങ്കിൽ തന്നെ ക്ലെയിം ചെയ്ത് നോക്കാം. കാരണം അതല്ലെങ്കിൽ നാളെ ഇരിക്കാൻ ഇപ്പോൾ ബാറ്ററിയുടെ ഒരു കംപ്ലൈൻ്റ് ആണ്, നമ്മളുടെ ശ്രദ്ധ കൊണ്ട് ചെയ്തു എന്ന് പറയാൻ ഇടവരരുത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. 2023 മോഡൽ. ഈ നമ്പറിലുള്ള ബാറ്ററി കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇവിടുന്ന് ബില്ല് ചെയ്ത് തരുന്ന സമയത്ത് ഈ വാറണ്ടി കാർഡ് സീൽ വെച്ച് ഡേറ്റ് ഇട്ടാണ് തരാം. ആ ബാറ്ററി കാർഡിൽ തന്നെ നമുക്ക് ചെയ്തിട്ട് 24 മാസം തികഞ്ഞിട്ടുണ്ടാവരുത്. 24 മാസമാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. അതായത് 2 വർഷമാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. ഡേറ്റ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിമിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയും. ഞാൻ തൽക്കാലം വേറൊരു പഴയ ബാറ്ററി വണ്ടിയും വെച്ചിട്ട് വണ്ടി ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലെയിമിലേക്ക് അയച്ചു നോക്കാം കേട്ടോ. എന്തായാലും പോയി ചെക്ക് ചെയ്ത് വന്നതിന് താമസം വരും. അപ്പോൾ തൽക്കാലത്തേക്ക് വേറൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം.